ദൈവം നമുക്ക് ഉണ്മയും അസ്തിത്വവും തന്നു, ബീയിങ് ആൻഡ് എക്സിസ്റ്റൻസ്. എന്നിട്ട് ദൈവം അത് നിലനിർത്തുന്നു, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നിറച്ചു വെച്ചുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് പേഴ്സണൽ പ്രെയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്ത് നമ്മളിതൊക്കെ ധ്യാനിക്കണം. എന്നിട്ട് ആ പേഴ്സണൽ പ്രെയർ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ട്രാൻസ്ലേറ്റ് ഇൻ ടു ആക്ഷൻ. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പം അതുകൊണ്ട് പ്രവൃത്തികളോട് കൂടിയ ഉറച്ച വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ. ഇനിയുള്ള കുറച്ചു കാലം നമുക്ക് ആത്മീയ കാര്യങ്ങൾ സീരിയസ് ആയി എടുത്തുകൊണ്ട് ജീവിക്കാം. ആത്മീയ കാര്യങ്ങളുടെ സീരിയസ്നെസ്, അതിലുള്ള ആ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സത്യം മറച്ചു വെച്ചത് കൊണ്ടോ സത്യം ഇല്ല എന്ന് ധരിച്ചു വെച്ചത് കൊണ്ടോ സത്യമില്ലാതാകുന്നില്ല. സത്യം സത്യമാണ്. സത്യം സത്യമായി ചിന്തിക്കണം, സത്യം സത്യമായി തന്നെ പറയണം, സത്യം സത്യമായി ജീവിക്കണം. അർദ്ധസത്യങ്ങളിലോ അസത്യങ്ങളിലോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നുണകളിലോ വ്യാജങ്ങളിലോ അല്ല ജീവിക്കേണ്ടത്. സത്യത്തിൽ വ്യാപരിക്കണം, സത്യത്തിൽ ജീവിക്കണം. സത്യമാണ് നിലനിൽക്കുക. നുണകളും വ്യാജങ്ങളും ഒക്കെ പൊളിഞ്ഞു പോകും, ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോകും. തിന്മ ലിമിറ്റഡാണ്, നന്മയാണ് അൺലിമിറ്റഡായിട്ട് ഇങ്ങനെ പോവുക. അസത്യങ്ങളൊക്കെ ലിമിറ്റഡാണ്, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകും. സത്യം നിലനിൽക്കും. അപ്പം എത്രയും പെട്ടെന്ന് ജീവിതം സത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അതിൽ നിലനിന്ന് ക്രമപ്പെടുത്തി കൊണ്ടുപോകണം. ഇനി ഓൾറെഡി പ്രാർത്ഥനയിലും സത്യത്തിലൊക്കെ ജീവിക്കുന്നവർ അതിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ തന്നെ വഴിതെറ്റിക്കാനായിട്ട് ഒത്തിരി പ്രലോഭനങ്ങൾ, ദുഷ്ടാരൂപികൾ കൊണ്ടുവരുമ്പോൾ അതിൽ വീഴാതെ നോക്കണം. വ്യാജമായിട്ടുള്ള സകലതും വെറുത്തുപേക്ഷിക്കണം. നമ്മൾ കൂദാശ ജീവിതവും പേഴ്സണൽ പ്രെയറും കൂട്ടായ്മ പ്രാർത്ഥനകളും ഒക്കെ സജീവമായി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുക, വ്യാജം തിരിച്ചറിയാൻ പറ്റുക. വി വിൽ ബി ഏബിൾ ടു ഡിസേൺ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ഗുഡ്, ഡിസേൺ വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് നോട്ട് ട്രൂത്ത്. സത്യപ്രവാചകരാരൊക്കെയാണ്, വ്യാജ പ്രവാചകരാരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത്, ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കേണ്ടത്. പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള കൂദാശ ജീവിതം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം വായിച്ച് ശ്രവിച്ച് ധ്യാനിച്ച് പാലിക്കണം. പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. അതിലാണ് നമ്മളിങ്ങനെ വളർന്ന് വരിക. പിന്നെയും കൂദാശകൾ കൂടുതൽ സജീവമായി സ്വീകരിക്കാനായിട്ട് പറ്റുക. പരിശുദ്ധ കുർബാനയും കുമ്പസാരവും നമ്മൾ ഓൾറെഡി സ്വീകരിച്ച മാമോദീസായുടെയും സ്ഥൈര്യലേപനത്തിൻ്റെയും ശക്തിയിൽ ജീവിക്കണം. ക്രിസ്തീയ ജീവിതത്തിന് ശക്തിയുണ്ട്, ക്രിസ്തീയമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ശക്തിയുണ്ട്, പവറുണ്ട്. ക്രൈസ്തവ കൂദാശികൾക്ക് ഭയങ്കരമായിട്ടുള്ള പവറുണ്ട്. ആ പവറിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം, പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം, ജീവൻ്റെ അപ്പം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണം, ജീവൻ്റെ വചനത്തിൻ്റെ സംരക്ഷണം, ദൈവ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം. പല ആത്മീയ കോട്ടകളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജപമാല കോട്ടയുണ്ട്, കൂദാശകളുടെ കോട്ട, വിശുദ്ധരുടെ കോട്ട, മാലാഖമാരുടെ കോട്ട, ദൈവ സാന്നിധ്യത്തിൻ്റെ കോട്ട. ഈ നല്ല നല്ല കോട്ടകൾ നമുക്ക് ചുറ്റും പണിയപ്പെടണം. കൂദാശ ജീവിതത്തിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മ പ്രാർത്ഥനകളിലൂടെ, ദൈവവചനത്തിലൂടെ. അപ്പോഴാണ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കപ്പെടുക. നമ്മുടെ സമരായുധങ്ങൾ ജഡികമായിരിക്കരുത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ആത്മീയ ആയുധങ്ങൾ, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം.